ഇയർ സർജറീസ് പലതരത്തിലുള്ളതാണ്. അത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, അതിനുവേണ്ടി ടിംപനോപ്ലാസ്റ്റി, അതായത് പുതിയ ഇയർ ഡ്രം റീകൺസ്ട്രക്റ്റ് ചെയ്യുക, അല്ല ഓട്ടോസ്ക്ലീറോസിസ്, കേൾവി കുറവ്, അതിന് സ്റ്റെപ്പിഡോട്ടമി എന്നുള്ള പ്രൊസീജിയറുണ്ട്. കൊളസ്റ്റിറ്റോമ, ചെവിയുടെ അകത്ത് അസ്ഥികൾ ദ്രവിച്ചു പോകുന്ന ഒരു ടൈപ്പ് അസുഖം. അതിനകത്ത് നമ്മൾ ഇയർ ഡ്രം റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ മാസ്റ്റോയിഡക്ടമി, അതായത് ചെവിയുടെ പുറകിലുള്ള എല്ലിനകത്തു നിന്ന് അസുഖം നീക്കുന്നു. പലതരത്തിലുള്ള ഇയർ സർജറീസ് ഉണ്ട്. ഇത് പലപ്പോഴും നമ്മൾ ചെവിയുടെ പുറകിൽ ഒരു ഇൻസിഷൻ, അതായത് ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയാണ് നമ്മൾ ഈ സർജറി നടത്തുന്നത്. ചില സർജറീസ് നമ്മൾ ഇയർ കനാൽ വഴി തന്നെ പുറമെ ഇൻസിഷൻസ് ഒന്നും കൂടാതെ ചെയ്യാറുമുണ്ട്. ഒരു ഇയർ സർജറി കഴിഞ്ഞ് നമുക്ക് പുറമേ ഒരു ഇൻസിഷൻ അല്ല മുറിവുണ്ടെങ്കിൽ അത് നനയ്ക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കുറഞ്ഞത് ഒരു 7 days എങ്കിലും മുറിവ് നനയാതെ ശ്രദ്ധിക്കണം. സ്റ്റിച്ചസ് ഉണ്ടെങ്കിൽ സ്റ്റിച്ചസ് എടുത്തതിന് ശേഷം ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് മുറിവ് വാഷ് ചെയ്യാൻ അല്ലെങ്കിൽ നനയ്ക്കാനുള്ള പെർമിഷൻ ഉള്ളൂ.